വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ അവൾക്കൊരു ഐഡിയയും ഇല്ല ഞാൻ ചെല്ലും എന്നുള്ളത്. അവളുടെ അനിയത്തിയുടെ കൂടെയാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ അവളെന്നോട് ചോദിച്ചിരുന്നു നീ വരുമോ എന്ന്. ഞാൻ പല പല കാരണങ്ങളൊക്കെ പറഞ്ഞ് വരില്ലടി, എനിക്ക് വരാൻ പറ്റില്ലടി എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവളുടെ അനിയത്തിയും ഏറെക്കുറെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അവൾക്ക് ഡൗട്ടുണ്ട് ഞാൻ ചെല്ലുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ ഞങ്ങളതൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ എന്ന് പറഞ്ഞാൽ 11 മണിയൊക്കെ ആയിട്ടോ. 11 മണിക്കൊക്കെ ഇറങ്ങി ഞാനും അവളും കൊട്ടിയം വെച്ച് മീറ്റ് ചെയ്തു. അതിനുശേഷം അവൾക്ക് എന്തോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. ഒരു ഷോപ്പിൽ കയറി അത് വാങ്ങി. എന്നിട്ട് ഞങ്ങൾ ബസ് കയറാൻ വേണ്ടി പോയി. അങ്ങനെ അവിടെ കിടന്നൊരു ബസ്സിൽ ചാടി ഓടി കയറി. അത് ഭയങ്കര സാഹസികമായിരുന്നു. കാരണം നല്ല ലേറ്റായിരുന്നു ഇറങ്ങിയപ്പോൾ. KSRTC ബസ്സിലായിരുന്നു കേട്ടോ യാത്രയൊക്കെ. ഞങ്ങൾക്ക് ആറ്റിങ്ങലായിരുന്നു പോകേണ്ടുള്ളത്. തിരക്ക് കുറവായിരുന്നു. ഉത്രാട ദിവസമായിരുന്നു ഞങ്ങൾ ഇറങ്ങിയത്. ബസ്സിൽ തിരക്കില്ലായിരുന്നു, പക്ഷേ റോഡിൽ നല്ല തിരക്കായിരുന്നു. മാത്രമല്ല കൊട്ടിയം ടു ആറ്റിങ്ങൽ റോഡ് പണി നടക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ഇഴഞ്ഞാണ് പോയിക്കൊണ്ടിരുന്നത്. ഫാസ്റ്റ് പാസഞ്ചറിലാണ് കയറിയെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നന്നായിട്ട് ഇഴഞ്ഞായിരുന്നു പോയിരുന്നത്. ഭയങ്കര ട്രാഫിക്കായിരുന്നു. അതിൻ്റെ കൂടെ വെയിലും ചൂടും. എൻ്റെ പൊന്നെ നല്ല വെയിലായിരുന്നു. കരിഞ്ഞു പോയി എന്ന് വേണം പറയാൻ. അങ്ങനെ ഞങ്ങൾ ഒരു താളത്തിലൊക്കെ ഞങ്ങൾ പോയി. പിന്നെ റോഡ് അത്ര നല്ലതായിരുന്നില്ല. മിക്ക സ്ഥലങ്ങളും ഭയങ്കര കുളമായിട്ട് കിടക്കുകയാണ് മൊത്തത്തിൽ. അപ്പോൾ എനിക്കൊരു പാട്ടൊക്കെ ഓർമ്മ ഇതിൽ വസന്തമല്ലേ പോലെ വന്ന് ആ ഒരു ബീറ്റിന് പറ്റിയ ഇങ്ങനെ കുടുങ്ങിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നല്ല ട്രാഫിക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ ആറ്റിങ്ങലെത്തി. ഏകദേശം ഒരു 1:30 ആയിക്കാണ് ഞങ്ങൾ ആറ്റിങ്ങലെത്തിയപ്പോൾ തന്നെ. ആറ്റിങ്ങൽ പിന്നെ പറയേ വേണ്ട. ആറ്റിങ്ങൽ അതായത് കൊട്ടിയം ടു ആറ്റിങ്ങൽ പോകുന്ന ആൾക്കാർക്ക് മനസ്സിലാവും നോർമലി എങ്ങനെയാണ് ആറ്റിങ്ങൽ റൂട്ട് എന്നുള്ളത്. ഭയങ്കര ബ്ലോക്കായിരിക്കും, ഭയങ്കര ട്രാഫിക്കാണ് അവിടെ. അപ്പോൾ പിന്നെ ഉത്രാട ദിവസം കൂടി ആയതുകൊണ്ട് പിന്നെ പറയേ വേണ്ട. ഉത്രാട പാച്ചിൽ എന്നൊക്കെ കേട്ടിട്ടുള്ളൂ, പക്ഷേ ഇത്രയും നേരത്തെ തുടങ്ങുമ്പോൾ പ്രതീക്ഷിച്ചില്ല. നല്ല തിരക്കുണ്ടായിരുന്നു. അതിനൊക്കെ തന്നെ ഷോപ്സിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം വെളിയിലോട്ടൊക്കെ നോക്കി പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് കാഴ്ചകൾ പറയുന്നത് കുറേ ഷോപ്പും. പിന്നെ നല്ല വെയിലായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ കുറച്ച് പട്ടിശയൊക്കെ കാണിച്ചു. എന്തെങ്കിലുമൊക്കെ കാണിക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് ഭയങ്കര വെയിലായിരുന്നു, ഭയങ്കര ചൂടാണ്. അപ്പം നമുക്ക് കിട്ടിയ സീറ്റ് വെയിലടിക്കുന്ന ഒരു സീറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഷട്ടർ ഇട്ടിരിക്കുകയായിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു, കാറ്റും വരുന്നില്ല. അങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കി കുറേ നേരം ഇരുന്നു. പക്ഷേ ഞങ്ങൾക്ക് രണ്ടൊക്കെ നല്ലതുപോലെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ആറ്റിങ്ങൽ ജംഗ്ഷൻ വരെ എത്തി. പക്ഷേ ആറ്റിങ്ങൽ ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ് വരെ എത്താൻ തന്നെ നല്ലൊരു സമയമെടുത്തു. അങ്ങനെ ഞങ്ങൾ പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് നമ്മുടെ ഈ ബംഗാളീസൊക്കെ ഉണ്ടല്ലോ, അതായത് നോർത്ത് ഇന്ത്യക്കാർ നമ്മുടെ ഈ സെറ്റ് സാരിക്കും ധാവണിക്കൊക്കെ പറ്റിയ നല്ല മാലകളുടെ സെറ്റൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ടായിരുന്നു. സൈഡിൽ ഒരു ചെറിയ അവർ ഈ കമ്മലൊക്കെ വിൽക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ, അങ്ങനെ കുറേ പേരിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓണമേളയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു സൈഡിൽ. അങ്ങനെ ഞങ്ങൾ KSRTC ബസ് സ്റ്റാൻഡ് എത്തി. എൻ്റെ ദൈവമേ, ഈ വെയിലിൻ്റെ കാര്യം പറയേ വേണ്ട. ഞാൻ വെയിലിൻ്റെ കാര്യം പറയുന്നത് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്, പൊള്ളുന്ന പോലത്തെ വെയിലായിരുന്നു. ഞങ്ങൾക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ഇറങ്ങണമായിരുന്നു. വെഞ്ഞാറമൂട് റൂട്ടാണ് ഞങ്ങൾക്ക് പോകേണ്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ക്രോസൊക്കെ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ചെറിയൊരു ബേക്കറിയിൽ കയറി. പക്ഷേ അവിടുത്തെ ഷോർട്സൊന്നും എടുക്കാൻ പറ്റിയില്ല. ചെറിയൊരു ബേക്കറിയിൽ കയറി ചെറിയൊരു സ്നാക്കും ഒരു ഡ്രിങ്ക്സൊക്കെ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് പോയി. ആദ്യം കയറിയപ്പോൾ സീറ്റൊന്നും കിട്ടിയില്ല. കുറച്ച് നേരം നിന്നു. അത് കഴിഞ്ഞിട്ട് ഒരു സീറ്റൊക്കെ കിട്ടി. എനിക്ക് കിട്ടിയത് വിൻഡോ സീറ്റായിരുന്നു കേട്ടോ. പക്ഷേ നല്ല വെയിലായിരുന്നു. എന്നാലും ഞങ്ങളിവിടെ ഇരുന്നു. അതിനുശേഷം പുറത്തേക്ക് നോക്കി കുറച്ച് ഷോ ഒക്കെ കാണിച്ചിട്ട് ഒരു ഷോട്ടൊക്കെ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നല്ല സ്ഥലങ്ങൾ കണ്ടു. കുറച്ച് റബ്ബർ തോട്ടവും അങ്ങനെയുള്ള കുറച്ച് വ്യൂസും കാര്യങ്ങളും നല്ല പ്രകൃതി രമണീയമായ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ സ്കൈ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആകാശത്ത് നല്ല ഭംഗിയായിട്ട് മേഘാവൃതമൊക്കെ ആയിട്ട് നല്ലൊരു വ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അത് തന്നെ കുറച്ച് നേരം എടുത്തുകൊണ്ടേയിരുന്നു. അത് നോക്കി നല്ല പനിക്കെട്ട് പോലെ ഇരിക്കുന്ന മേഘം കയറി കിടക്കാൻ തോന്നുന്നു. സത്യം പറഞ്ഞാൽ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങളുടെ സ്റ്റോപ്പായി. ഞങ്ങൾ ഇറങ്ങി. ഇതാണ് അവളുടെ വീട്ടിലേക്ക് പോകുന്ന വഴി. ഞാൻ അങ്ങോട്ട് നടക്കട്ടെ. ഇവിടെ നിൽക്കണം. സൈഡിൽ പൗസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എടുക്കട്ടെ എന്ന് പറഞ്ഞ ഷോട്ടില്ലേ, അത് കിട്ടിയില്ല ഗൈസ്. അവളത് എടുക്കാൻ മറന്നുപോയി. ആക്ച്വലി അവൾ ഓൺ ചെയ്ത് വെച്ചിരുന്നു എന്ന് തോന്നുന്നു, പക്ഷേ അത് റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് നടന്നു. കുറച്ച് ദൂരം കൊണ്ട് നടക്കാൻ, ഒരു കയറ്റമാണ്. സത്യത്തിൽ ആ വെയിലത്ത് നടക്കുക എന്ന് പറയുന്നത് നല്ലൊരു ടാസ്ക് തന്നെയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും സത്യം പറഞ്ഞാൽ നല്ല ക്ഷീണിച്ചു. ഒന്നാമത്തെ കാര്യം ട്രാഫിക്ക്, വെയിൽ, ചൂട്, പൊടി എല്ലാം കൂടിയായിട്ട് നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ് ഗൈസ്. ഇതാണ് രേഷ്മയുടെ വീട്ടിലേക്കുള്ള വഴി. നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? അതല്ലേ വീട്. അതാണ് അവളെ വീട്. അല്ല, അതിനപ്പുറത്ത് വിടാം.
അങ്ങനെ ഞങ്ങൾ അവളുടെ വീടിൻ്റെ ഒരു ബാക്ക് സൈഡാണ് കേട്ടോ, ബാക്ക് സൈഡിലാണ് എത്തിയത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാനൊരു കള്ളിയെ പോലെ പതുങ്ങിയാണ് പോയത്. കാരണം അവർക്ക് അവിടെ നിന്ന് ജസ്റ്റ് കാണാൻ പറ്റും നമ്മൾ വരുന്നത്. അപ്പോൾ അത് അറിയരുതെന്നുള്ള രീതിയിൽ പതുക്കെയാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. നടന്ന് വീടിൻ്റെ ഫ്രണ്ട് വശത്തെത്തി. അപ്പോഴത്തേക്ക് അവളുടെ സിസ്റ്ററിൻലോ ഉണ്ട്, മോളും ഉണ്ട്. അവർ 3 പേരും ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. അവരുടെ സൗണ്ട് വെളിയിൽ കേൾക്കുന്നുണ്ടായിരുന്നു. ഓണമൊക്കെ ആയിട്ട് അടുക്കൽ പറക്കൽ ഒതുക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ കോളിംഗ് ബെൽ അടച്ചാലോ എന്ന് ആദ്യം വിചാരിച്ചു. അപ്പോൾ അവരകത്ത് ആയതുകൊണ്ട് പതുക്കെ നൈസിനകത്ത് കയറാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് വരുന്നത് കാണില്ല എന്നൊരു വിശ്വാസം. അങ്ങനെ ഞാൻ പതുക്കെ പമ്മി കയറിയിട്ട് ഉള്ള അവളുടെ റിയാക്ഷനാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. അവളുടെ റിയാക്ഷൻ ഭയങ്കര രസമായിരുന്നു. ഇറ്റ് വാസ് പ്രൈസ്ലെസ്. എന്നുവെച്ചാൽ അവളുടെ മുഖത്ത് ആ ഒരു സന്തോഷം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ അവരാരും പ്രതീക്ഷയില്ല ക്യാമറയും കൊണ്ട് വരുന്നത്. എൻ്റെ അടുത്തുള്ള ആദ്യം നേരത്തെ പറയാൻ എന്തിട്ട് ഞാൻ റെഡി ആയിട്ട് നിൽക്കുമായിരുന്നല്ലോ, അയ്യേ എൻ്റെ കോലം നോക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത് പറഞ്ഞെങ്കിൽ പിന്നെ ഞാൻ നിന്നെ ഫോൺ വിളിച്ച് പറഞ്ഞാൽ സർപ്രൈസ് തരാൻ വരുന്നുണ്ട്, റെഡി ആയിട്ട് നിൽക്കണേ എന്നുള്ളത്. അങ്ങനെ അവിടെ നിൽക്കുന്നവിടെ സിസ്റ്ററിലുമാണ്, അനു എന്നാണ് പേര്. അനു തിരിയുന്നേ ഉണ്ടായിരുന്നില്ല, ക്യാമറ മാറ്റെന്ന് പറഞ്ഞിട്ട് നിൽക്കുമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു. അതിനുശേഷം അവൾ ഫുഡ് റെഡിയാക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എത്തി. അരീഷിൻ്റെ അഡ്രസ് അയച്ചു ഗൈസ്. പപ്പടം പൊരിക്കുന്ന രേഷു. പപ്പടം പൊരിക്കുന്ന രേഷു. എനിക്ക് അധികം വണ്ണം തോന്നിക്കണം. എനിക്ക് ഓടി കുരുത്തക്കേട് ഒപ്പിച്ചു ഗൈസ്. ആരാ ഇത്? അനുഗ്രഹിച്ചിരിക്കണം. പുരുഷനെ അനുഗ്രഹിക്കണം. പിടിക്കൂ, കാല് പിടിക്കൂ. കളിച്ചോണ്ടിരിക്കണം. കളിയുടെ ഇടയ്ക്ക് ചെറുതായിട്ട് സ്ലിപ്പായി ഗൈസ്. അതാണ് ഞാൻ ഇപ്പോൾ കേട്ടത്. അതിനുശേഷം പൊന്നൂസ് ഞാനോട് ഭയങ്കര കളിയായിരുന്നു. അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പൊന്നൂസിന് എന്ത് ചെയ്യണം എന്നറിയാം. എനിക്ക് എന്ത് കളിപ്പാട്ട് എടുത്ത് തരണം എന്നറിയാം. എനിക്കറിയില്ല അവൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. അവൾക്ക് എന്നെ കണ്ടപ്പോൾ എന്തോ ഞാൻ അവളുടെ പ്രായത്തിലൊരു കുട്ടിയാണെന്ന് തോന്നുന്നു. കളിപ്പാട്ട് എടുക്കുന്നു, അതെടുക്കുന്നു, ഇതെടുക്കുന്നു. അവൾക്ക് എനിക്ക് എടുത്ത് തന്ന് കളിപ്പിക്കണം എന്ന് അറിഞ്ഞൂടല്ലോ. നമ്മൾ ഈ കുഞ്ഞു കുട്ടികളെ കാണുമ്പോൾ നമ്മൾ ചെയ്യാറില്ലേ, അതുപോലെയായിരുന്നു അവൾക്ക് എന്നെ കണ്ടപ്പോൾ തോന്നിയത്. അതുകൊണ്ട് അവളുടെ പാവക്കുട്ടി എടുക്കുന്നു, എനിക്ക് തരുന്നു. പക്ഷേ ഒന്നും വീട്ടിൽ കൊണ്ടുവന്നില്ല കേട്ടോ, അവിടെ നിന്ന് കളിച്ചോണം. അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൾ എനിക്ക് തോന്നുന്നു പറയാം, 10 നമുക്ക് കൊച്ചി TV കാണാമെന്ന്. എന്ത് ചെയ്യാനുണ്ട് ഗൈസ്, അവൾക്ക് എന്നെ കണ്ടപ്പോൾ തോന്നുന്നത് അവളുടെ കൂടെ ഞാൻ LKG പഠിക്കുന്ന ഒരു കുട്ടിയായിട്ടാണെന്ന് തോന്നുന്നു. അതും അവൾക്ക് എന്നെ കണ്ടിട്ട് എനിക്ക് അത്രയ്ക്ക് ബുദ്ധിയുള്ളൂ എന്ന് തോന്നിയോ എന്തോ, എന്താണെന്നറിയില്ല. അവളുടെ ഒരു എന്താ പറയുക ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ അവളുടെ കൂടെ പഠിക്കുന്ന ആരും എന്നുള്ള രീതിയിലായിരുന്നു അവൾ മൊത്തം നിന്നത്. അത് മുന്നേ അങ്ങനെയാണ് കേട്ടോ. ആദ്യമേ ഭയങ്കര മടിയായിരിക്കും വരാനായിട്ട്, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മതി, അങ്ങനെ ഒരു ടൈപ്പാണ് അവൾ. ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ, ഭയങ്കര ഫ്രണ്ട്ലിയാണ്, നല്ല സ്വീറ്റ് മോളാണ്. അവളുടെ പേര് അമ്മയാന്നാണ്, നമ്മൾ വീട്ടിൽ പൊന്നൂസ് എന്നാണ് വിളിക്കാം. അത്യാവശ്യം കുരുത്തക്കേടൊക്കെ കയ്യിലുണ്ട് കേട്ടോ. അവൾക്ക് പനിയൊക്കെ ആയിരുന്നു, അതിൻ്റെ കുറച്ച് ഡൾനെസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചെന്നപ്പോഴത്തേക്ക് അതൊക്കെ മാറി. അവൾക്ക് പനിയുണ്ടെന്നുള്ളൊരു തോന്നലേ ഉണ്ടായിരുന്നില്ല. ഭയങ്കര തുള്ളിച്ചിട്ടുണ്ട്, തുള്ളി കളിക്കുന്ന കുഞ്ഞുപുഴു എന്നൊക്കെ കേട്ടിട്ടില്ല, അതായിരുന്നു അവളുടെ അവസ്ഥ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ടൈമായിരുന്നു. കുറച്ച് നേരം എൻ്റെ കമ്മലൊക്കെ പിടിച്ച് നോക്കി. അത് കഴിഞ്ഞിട്ട് റൂയി എടുക്കുമെന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം എൻ്റെ അടുത്തിരുന്നു, വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഇരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ ടൈം പാസ് ചെയ്തു. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കുന്നത് ഞങ്ങൾ ലേറ്റ് ആയിരുന്നു, അപ്പോൾ ഇറങ്ങുന്നതിന് മുന്നെയാണ് ഫുഡ് കഴിക്കാത്തത്. അധികം ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഞങ്ങൾ രേഷുവിൻ്റെ റൂമിൽ പോയി. ഇത് ഞാൻ നമുക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്ത ഫ്രെയിമാണത്. അത് രമ്യ വരച്ചതാണ്. അതായത് അവളുടെ അനിയത്തി വരച്ച പെയിൻറ്റിംഗ് ആണ് അതിൽ കാണുന്നത്. പിന്നെ വലുതായിട്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഫുള്ള് കൊളവാക്കിയിട്ടേക്കായിരുന്നു. കാരണം പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ഓണത്തിൻ്റെ അടുക്കലും ഒതുക്കലും ഒക്കെ നടക്കുകയാണ്. പിന്നെ കുറച്ച് ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു പൊന്നൂസിൻ്റെ, അതൊക്കെ ഒന്ന് ജസ്റ്റ് ക്യാപ്ചർ ചെയ്തു. പിന്നെ ഞങ്ങൾ റെഡിയായി ഇറങ്ങാൻ ടൈമായിരുന്നു. ഞങ്ങൾ റെഡിയാവാൻ വേണ്ടിയിട്ട് പോയി. അതിനുശേഷം റെഡിയായിട്ട് ഞങ്ങൾ ഇറങ്ങാൻ സമയമായിരുന്നു. അപ്പോൾ തന്നെ ഏകദേശം 4 മണിയായിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അന്ന് ആ സമയത്ത് ബസ് ഉണ്ടോ എന്ന് പോലും അറിയില്ല, കാരണം ഉത്രാടമായിരുന്നല്ലോ. മിക്ക റൂട്ട് ബസ്സും ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒതുക്കുന്നതാണ് ഒരു ഏകദേശ ധാരണ. ഞങ്ങളങ്ങനെ കുറേ നേരം അവിടെ തിന്നു. ഞങ്ങൾ യാത്ര പറയാൻ തന്നെ ഏകദേശം 1/2 മണിക്കൂർ എടുത്തു എന്നുള്ളതാണ്. എത്രയിട്ടും ഡാറ്റ പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ ഒരു കണക്കില്ല. അങ്ങനെ കുറേ നേരം അവിടെ സത്യം പറഞ്ഞാൽ പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷേ വന്നേ പറ്റും എന്നുള്ള കുറച്ച് സിറ്റുവേഷൻസ് കാരണമാണ് വന്നത്. അവൾ ഒരുപാട് നിർബന്ധിച്ചു, നാളെ പോകാം, നാളെ ഓണസദ്യയൊക്കെ കഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പോകാടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് വരേണ്ട അത്യാവശ്യമുണ്ട്, അവൾക്കും അത്യാവശ്യമുണ്ടായിരുന്നു, എനിക്കും അത്യാവശ്യമുണ്ടായിരുന്നു. പിന്നെ അവർ മുകളിലേക്ക് കയറി വന്നു. കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേർക്കും വരണം എന്നുള്ളൊരു മനസ്സേ ഉണ്ടായിരുന്നില്ല. കുറേ നേരം ഇങ്ങനെ അവിടെ തന്നെ ഇങ്ങനെ താങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വന്നതേ പറ്റും, എന്താ ചെയ്യുക. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഗായ്സ്. ഞങ്ങൾ റോഡിലേക്ക് നടക്കുകയാണ്. ഈ പുള്ളിക്കുള്ളി ഒരാൾ പോകുന്നുണ്ട്. സമയം റേറ്റായിട്ട് നല്ല ടെൻഷൻ ഉണ്ട്, ഒന്ന് ബസ് ഉണ്ടാവും എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. പിന്നെ എങ്ങനെയെങ്കിലും ആദ്യം ബസ് സ്റ്റാൻഡ് വരെ എത്തണം എന്നുള്ള പ്രാർത്ഥനയായിരുന്നു.
പോവാണ്, വിഷമത്തോടെ പോവാണ്. ബസ് ഉണ്ടോ ദൈവത്തിനറിയാം. ബസ്സിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ച നിങ്ങൾ തന്നെ കാണേണ്ടതായിരിക്കും. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പ് എത്തി. പക്ഷേ ഞങ്ങൾ ബസ് സ്റ്റോപ്പ് എത്തുന്നതിന് കുറച്ചൊരു 10 സെക്കൻഡ് മുന്നേ ഒരു ബസ് ഞങ്ങൾ പാസ് ചെയ്ത് പോയി. കുറച്ച് നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ ആ ബസ് കിട്ടിയായിരുന്നു. പക്ഷേ ഒരുപാട് സമയം നിന്നിട്ട് ഏകദേശം അരമണിക്കൂർ നിന്നിട്ട് 4:30 ആയപ്പോഴാണ് ഞങ്ങൾക്ക് ബസ് കിട്ടിയത്. ഒരു KSRTC ബസ്സാണ് കിട്ടിയത്. ആറ്റിങ്ങൽ സ്റ്റാൻഡ് വരെ പോകുന്നത്. അത് പക്ഷേ ഞങ്ങൾ വന്ന റൂട്ടിലായിരുന്നു, വേറെ ഏതോ റൂട്ട് കയറിയായിരുന്നു പോയത്. ഏത് റൂട്ടായാലും ഞങ്ങൾക്ക് ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡ് എത്തണം എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബസ് സ്റ്റോപ്പ് എത്തി. അപ്പോഴും ഞങ്ങൾക്ക് ബസ് മിസ്സായി. ഒരു കൊല്ലം ബസ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ അത് അവിടെ നിന്ന് പോയി. പിന്നെ കുറച്ച് നേരം നിന്നു. കുറേ നേരം നോക്കി നിന്നിട്ടാണ് അടുത്ത കൊല്ലം ബസ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കുറച്ച് സമയം എടുത്തു. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പോയ അത്ര ബ്ലോക്ക് തിരിച്ച് വന്നപ്പോൾ തോന്നിയില്ല. ഒട്ടും ബ്ലോക്കില്ല എന്നല്ല, ബ്ലോക്ക് ഉണ്ടായിരുന്നു. പക്ഷേ രാവിലത്തെ അത്ര ഒരു ഇഴച്ചിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആറ്റിങ്ങൽ കഴിഞ്ഞതിന് ശേഷം നല്ല സ്മൂത്തായിട്ട് തന്നെ പോയി എന്നുള്ളതാണ്. അതിനുശേഷം ചാത്തന്നൂർ ബസ് സ്റ്റാൻഡ് എത്തി. ചാത്തന്നൂരിൽ നിന്ന് അങ്ങോട്ട് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. കാരണം പാലം പണി നടക്കുന്നതുകൊണ്ടാണ്, റോഡ് കുറച്ച് കൺജസ്റ്റഡ് ആണ്. അതുകൊണ്ടാണ് അത്രയും നമുക്ക് ടൈം എടുക്കുന്നത്. ചാത്തന്നൂരിൽ നിന്ന് കൊട്ടിയം എത്താൻ കുറച്ച് നല്ല ടൈം എടുത്തു. അങ്ങോട്ട് പോയതിനേക്കാൾ ഉറക്കക്ഷീണമായിരുന്നു തിരിച്ചു വന്നപ്പോൾ. കാരണം ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഫ്രൈഡ് റൈസ് ആയിരുന്നു കഴിച്ചത്. അപ്പോൾ ചാത്തന്നൂരിൽ നിന്ന് ബസ് എടുത്തു. പിന്നെ അങ്ങോട്ട് കുറച്ച് സമയം എടുത്തിട്ടാണ് എത്തിയത്. പിന്നെ നോക്കിയപ്പോഴത്തേക്കും ചാത്തന്നൂർ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഓണമേള നടക്കുന്നുണ്ടായിരുന്നു സൈഡിൽ. ആ പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന പാലത്തിൻ്റെ അടിയിലായിട്ട് ഒരു ചെറിയൊരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ഓണമേള കുറേ ഡ്രസ്സ് പിന്നെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി ഞങ്ങൾ പോയി നോക്കി പുറത്തേക്ക് നോക്കിയിരുന്നു. അപ്പോഴത്തേക്കും കൊട്ടിയത്ത് നല്ല ബ്ലോക്കായിരുന്നു. ഏകദേശം ഒരു 5:45-6 മണിയോടുകൂടി ഞങ്ങൾ കൊട്ടിയെത്തി. അതിനുശേഷം അവളുടെ വീട്ടിലേക്ക് പോയി, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു. റോഡിൽ നല്ല തിരക്കായിരുന്നുകൊണ്ട് തന്നെ പോകുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്